നമസ്കാരം. ഞാൻ നിൽക്കുന്ന തിരുവനന്തപുരം കുണ്ടമൻകടവ് ജംഗ്ഷനിൽ നിന്നും വെറും 900 മീറ്റർ മാറി തിട്ടമംഗലം ജംഗ്ഷനിൽ നിന്നും വെറും 300 മീറ്റർ മാറി തിട്ടമംഗലം മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നിന്ന് 100 മീറ്റർ മാറി നല്ല അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് വിൽപ്പനയ്ക്കുള്ളത്. 4.5 സെൻറ്റിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റോട് കൂടിയിട്ട് പൂർണ്ണമായും ചുഴിയിൽ തീർത്ത 10 വർഷം പഴക്കമുള്ള നല്ല ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ല എന്നുള്ളത് അക്ഷരത്തിൽ പറയാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി. പോകാം വീഡിയോയിലേക്ക്. ഇതിന് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ മെയിൻ റോഡിൽ നിന്ന് 300 മീറ്റർ അല്ലെങ്കിൽ നല്ല വൈഡ് റോഡിൽ നിന്ന് 100 മീറ്റർ മാറി എല്ലാ വണ്ടി അനായാസനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അനായാസനം വന്നു പോകാൻ പറ്റുന്ന ഫെസിലിറ്റിയോടുള്ള നല്ലൊരു ക്വാളിറ്റി ഒന്നാന്തരം കരഭൂമി റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുന്നത് നല്ല ക്ലാസ് റെസിഡൻഷ്യൽ ഏരിയയിൽ കോംപ്രമൈസ് നല്ല ഒന്നാമത് റെസിഡൻഷ്യൽ ഏരിയക്കകത്ത് നല്ലൊരു പ്രോപ്പർട്ടി ആഗ്രഹിക്കുന്നവർക്ക് എന്തുകൊണ്ട് പർച്ചേസ് ചെയ്യുമ്പോൾ നല്ലൊരു പ്രോപ്പർട്ടി. അകത്തേക്ക് കയറുമ്പോൾ തന്നെ 2 വണ്ടി അനായാസനം പാർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വൈഡ് ആയിട്ടുള്ള മുറ്റുമാണ് കൊടുത്തിട്ടുള്ളത്. ഒരു കവേർഡ് പാർക്കിംഗ് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് SUV ടൈപ്പ് വാഹനങ്ങൾ പോലും അനായാസനം പാർക്ക് ചെയ്യാൻ പറ്റുന്നത്. ഈ സൈഡിലേക്ക് നമുക്ക് ഏത് വലിയ വാഹനങ്ങളും പാർക്ക് ചെയ്യാൻ പറ്റുന്നതോടുകൂടി ഫ്രണ്ട് റോഡും അത്യാവശ്യം നല്ല ഏകദേശം 4 മീറ്ററോളം ഉള്ള നല്ല ഒന്നാം റോഡ് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഞാൻ ആദ്യം പറഞ്ഞ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലാന്നുള്ളത്. ഒരു ഇടത്തരം വീടുകളൊക്കെ നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒന്നാന്തരം ചുടുകല്ലാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റൗട്ട് ഏരിയയിൽ കൊടുത്തിട്ടുള്ളൂ. അതിൽ എന്തുകൊണ്ടും നല്ല മനോഹരമായ രീതിയിലും തടികളിൽ തീർത്ത ഒരു സോപാനോ കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ നമുക്ക് ഇരിക്കാനൊക്കെ വളരെയേറെ നല്ലൊരു പീസ്ഫുൾ ഏരിയ. ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നല്ല കാറ്റും വെളിച്ചവും നല്ല രീതിയിൽ കയറി പോകുന്ന നല്ല ഹൈറ്റായിട്ട് പ്രദേശം എന്ന് പറയാൻ പറ്റില്ല. എന്നാലും നല്ല ഒന്നാന്തരം കരഭൂമിയായിട്ടുള്ള നല്ല ഒരു ഒന്നാന്തരം ക്വാളിറ്റി പ്രോപ്പർട്ടിയാണെന്ന കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ എന്തുകൊണ്ട് നല്ല മനോഹരമായ രീതിയിലേക്കുള്ള വ്യത്യസ്തമായ ഡിസൈൻ പാറ്റേൺ കൂടിയിട്ടുള്ള ഒരു വാതിലുകളാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇതിൽ നമുക്ക് മെയിൻ്റനൻസ് എന്നുള്ള കാര്യമേ ഇല്ല. കംപ്ലീറ്റ് മെയിൻ്റനൻസും ചെയ്താണ് ഓണർ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മെയിൻ്റനൻസ് കോസ്റ്റ് എന്നുള്ളത് 0 കോസ്റ്റ് തന്നെ എടുക്കാൻ പറ്റുന്നത്. നമുക്ക് പർച്ചേസ് ചെയ്താൽ പിറ്റേ ദിവസം തന്നെ നമുക്ക് താമസിക്കാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. ലിവിങ് സ്പേസ് എന്ന് പറയാൻ നല്ല സ്പേഷ്യസിൻ്റെ കാര്യത്തിൽ യാതൊരു പ്രോബ്ലം ഇല്ല. നല്ല വൈഡ് ആയിട്ടുള്ള ലിവിങ് സ്പേസ്, ഒരു മോഡൽ ഹോളായിട്ട് വരുന്നത്. ഡൈനിങ് സ്പേസ് എന്ന് പറഞ്ഞാൽ അതും നല്ല അത്യാവശ്യം നല്ല ഹെവി ആയിട്ടുള്ള ഡൈനിങ് സ്പേസാണ് കൊടുത്തിരിക്കുന്നത്. വാഷ് സ്പേസിനൊക്കെ എന്തുകൊണ്ടും വ്യത്യസ്തമായ രീതിയിലേക്ക് നല്ല മനോഹരമായ രീതിയിലേക്ക് ഒരു സിമ്പിൾ മോഡലായിട്ടുള്ള വാഷ് സ്പേസിന് കൊടുത്തിട്ടുള്ള അതിൻ്റെ താഴെ തന്നെ ഒരുപാട് സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ക്വാളിറ്റി മനസ്സിലാവും. നല്ല ഒരുപാട് ഡിസൈൻ വർക്ക് ഇന്നത്തെ രീതിയിലേക്കുള്ള മോഡേൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഈ ഞാൻ പല വീഡിയോയിലും പറയും പോലെ ലൈറ്റും പെയിൻറ്റുകളൊക്കെ കൊടുത്ത് ആ ഒരു നമുക്ക് വേറൊരു എന്താ പറയുക ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റിലേക്ക് പോകുന്ന രീതിയിലേക്കല്ല ഇതിൻ്റെ കൺസ്ട്രക്ഷൻ പാറ്റേൺ. നല്ല പെർമനൻ്റ് ആയിട്ട് ക്വാളിറ്റി ഉള്ള പ്രോപ്പർട്ടി ആണ് ഈ പ്രോപ്പർട്ടി. അകത്തേക്ക് ഡിസൈൻ വർക്കൊക്കെ തന്നെ മൊത്തം സിമെൻറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പെർമനന്റ് ഡിസൈൻ എന്ന രീതിയിലേക്കും അല്ല ഇന്നത്തെ മോഡേൺ രീതിയിലേക്ക് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. താഴത്തെ ഫ്ലോറിൽ 1 ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 3 ബെഡ്റൂമും ടോട്ടൽ 4 ബെഡ്റൂമുകളാണ് ഈ പ്രോപ്പർട്ടി കൊടുത്തിരിക്കുന്നത്. താഴത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം കയറുമ്പോഴും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇന്റീരിയർ ഇതിന്റെ മുകളിലത്തെ ഇന്റീരിയർ വർക്കം ചെയ്തിട്ടുള്ള ഒരു പ്ലെയിൻ മോഡൽ ഒരു പ്രീമിയം രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുള്ള കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. ഇതൊക്കെ ഇടക്കാലത്ത് തന്നെ റിനോവേഷൻ ചെയ്തപ്പോൾ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റി എല്ലാ സാധനങ്ങളും തന്നെ ബ്രാൻഡ് ന്യൂ ആയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂമിലെ ഫിറ്റിങ്സും എല്ലാം തന്നെ പുതിയ ഫിറ്റിങ്സ് ആണ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. ടൈലൊക്കെ തന്നെ നല്ല വ്യത്യസ്തമായ ഒരു ടൈൽ പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്പേഷ്യസിന്റെ കാര്യത്തിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. കിച്ചണിലേക്ക് കയറുമ്പോഴും എന്തായാലും അമ്മമാർക്കോ അല്ലെങ്കിൽ സഹോദരിമാർക്കൊന്നും യാതൊരു കൺഫ്യൂഷനും വേണ്ട. അത്യാവശ്യം നല്ല വൈഡായിട്ട് നിങ്ങൾക്ക് ഏത് രീതിയിലും നമുക്ക് നിന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല വൈഡായിട്ടുള്ള ഒരു കിച്ചണാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസിൻ്റെ കാര്യത്തിൽ എത്തുമ്പോൾ നല്ല ഒന്നാന്തരം സ്റ്റോറേജ് സ്പേസുകൾ ഇതെല്ലാം ഇടക്കാലത്ത് തന്നെ അവർ കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് പാല് കാച്ചി താമസമായാൽ മാത്രം മതി. ഇനി നമുക്ക് മെയിൻ്റനൻസിനൊന്നും നമുക്ക് വേറെ പണി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സ്റ്റോറേജ് സ്പേസുകളുടെ ഒരു കലവറ തന്നെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല താഴെ സൈഡിലൊക്കെ എല്ലാം ഫുള്ളായിട്ടും സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വാതിൽ കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു കൺജസ്റ്റ് ആയിട്ടുള്ള സ്ഥലമല്ല, അത്യാവശ്യം നല്ല ഒരു സ്പേഷ്യസ് ആണ്. ഇതിൽ നമുക്ക് ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ കിണറും ഉണ്ട്, അതുപോലെ തന്നെ കോർപ്പറേഷൻ വാട്ടറും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ബാക്ക് സൈഡിലൊക്കെ കുറച്ച് പച്ചക്കറിയൊക്കെ നടാനുള്ള ഫെസിലിറ്റീസ് എല്ലാം തന്നെയുണ്ട്. അതുപോലെ തന്നെ നനകല്ലുണ്ട്. അതുപോലെ നമുക്ക് വേസ്റ്റൊക്കെ ഡംപ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് കത്തിക്കാനുള്ള അതിൻ്റെ പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നല്ല രീതിയിലായിട്ടുള്ള കിണറും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നല്ല ഒന്നാന്തരം ശുദ്ധമായ വെള്ളമാണ് ഇവിടെ യൂസ് ചെയ്യാൻ പറ്റുന്നത്. മുകളിലത്തെ ഫ്ലോറിലേക്ക് കൊടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 3 ബെഡ്റൂം ഹാള് ബാൽക്കണി ഏരിയയിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം വന്നിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറുമ്പം ടൈൽ പാറ്റേൺ കംപ്ലീറ്റും ബ്ലാക്കും വൈറ്റും തമ്മിലാണ് കൊടുത്തിരിക്കുന്നത്. ഹാൻഡിൽ കംപ്ലീറ്റ് സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. മുകളിലത്തെ ഫ്ലോറിലേക്ക് എത്തുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയിലേക്കാണ് ചെല്ലുന്നത്.
അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു ഹോൾ ഏരിയ. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ വളരെ വ്യത്യസ്തമായ രീതിയിൽ മനോഹരമായ സോക്കേറ്റ്സ് കൊടുക്കണം. അതിലേക്ക് നമുക്ക് ഗിഫ്റ്റ് പോലെ അല്ലെങ്കിൽ നമുക്ക് സീനറി പോലത്തെ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്ന സ്റ്റോറേജിന് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ കൂടിയാണ് ഈ ഏരിയ. പൂർണ്ണമായും വാസ്തുപ്രകാരമാണ് ഈ വീട് കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂം കയറുമ്പോഴും ബെഡ്റൂം സൈസിൻ്റെ കാര്യത്തിൽ നിന്ന് യാതൊരു പ്രശ്നവുമില്ല. അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റോറേജ് സ്പേസുകൾ ചെല്ലുമ്പോൾ ഈ സൈഡിലേക്ക് നല്ല ഒന്നാം തരം സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് വേറെ ഡാമേജസോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിലായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന വീട് കൂടിയാണ് ഈ പ്രോപ്പർട്ടി. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ ബെഡ്റൂം കൊടുത്തിരിക്കുന്നത്. ബാത്റൂമിനകത്താലും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂം, അതുപോലെ തന്നെ ഫിറ്റിംഗ്സും ഒക്കെ നമുക്ക് ഇടക്കാലത്ത് തന്നെ മാറ്റിയത് കൊണ്ട് തന്നെ ഇനി അതിനൊന്നും അനാവശ്യമായിട്ട് ചിലവിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. മുകളിലത്തെ ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിൽ കയറുമ്പോഴും ബെഡ്റൂം സൈസ് അവിടെയും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇന്ത്യൻ ഡിസൈൻ എല്ലാം പ്രീമിയം രീതി തോന്നുന്ന രീതിയിലേക്കും അതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള രീതിയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോറേജ് സ്പേസുകളിലേക്ക് ചെല്ലുമ്പം അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകൾ അലമാരകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇനി അതിനൊന്നും നമുക്കൊരു എക്സ്ട്രാ കോസ്റ്റിൻ്റെ ആവശ്യമോ മെയിൻ്റനൻസ് കോസ്റ്റിൻ്റെ ആവശ്യമോ ഒന്നുമില്ല. അതും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ട് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബാത്റൂം സൈസും അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബാത്റൂം സൈസുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹീറ്ററിൻ്റെതും അതുപോലെ തന്നെ എല്ലാ ബെഡ്റൂമുകളിലും AC പോയിന്റുകളെല്ലാം തന്നെ കൊടുത്തിട്ടുണ്ട്. മുകളിലത്തെ ഫ്ലോറിൽ നമുക്കൊരു കോമൺ ടോയ്ലറ്റും കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തുകൊണ്ടും വളരെ വ്യത്യസ്തമായ ഒരു ഇതാണ്. കാരണം നമുക്ക് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെഡ്റൂമിൽ കയറ്റാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു വേറെ അധികം സ്ഥലങ്ങളിൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഈ കോമൺ ടോയ്ലറ്റ് എന്നുള്ളത്. അങ്ങനെ ഒരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേറെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂം അത്യാവശ്യം നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ്. പക്ഷേ ഇതിന് ടോയ്ലറ്റ് ഇല്ല. ആ കോമൺ ടോയ്ലറ്റ് വേണമെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കാണ് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ വന്നിരിക്കുന്നത്. ഇവിടെയും സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ നിന്നും യാതൊരു കോംപ്രമൈസും ഇല്ല. അത്യാവശ്യം നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് വേറെ ഇൻറ്റീരിയർ വർക്കുകളൊന്നും ചെയ്തിട്ടില്ല. എല്ലാം ഒരു പ്ലെയിൻ മോഡൽ തന്നെയാണ്. അതൊന്നും നമുക്ക് ഏത് രീതിയിലേക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഓപ്ഷൻസ് അനേകമുള്ള ഒരു പ്രോപ്പർട്ടി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു അത്യാവശ്യം നല്ല ഒന്നാം തരം റെസിഡൻഷ്യൽ ഏരിയയാണ്. നമുക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നല്ലൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്ന നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ. അതായത് എപ്പോൾ എനിക്ക് ഇവിടെ വന്നപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ക്ലൈമറ്റാണ് കേട്ടോ. നല്ല രീതിയിൽ കാറ്റും വെളിച്ചവും കയറുന്ന ഒരു വീട്. ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ ഈ എയർ സർക്കുലേഷൻ ഒന്നുമില്ല, അടുത്തടുത്ത് വീടുകളും കൺജസ്റ്റ് ആയിട്ടുള്ള ഒരു ഇത്. അപ്പോൾ നമുക്ക് എപ്പോഴും ഒരു മൈൻഡ് ഫ്രീ ആക്കുക എന്നുള്ളതാണ് ഒരു വീടെന്ന രീതിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് ഒരു പോസിറ്റീവ് വന്നില്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു ഇറിറ്റേഷൻ തോന്നും. പക്ഷേ അത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളുമില്ല. നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള മൈൻഡ് ഫ്രീ ആകുന്ന തരത്തിലേക്കുള്ള ഒരു ക്ലൈമറ്റ് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു ലൊക്കേഷനാണ് ഈ ലൊക്കേഷൻ. ഞാൻ നിങ്ങളോട് പറയും ഒന്നാമത്തെ റെസിഡൻഷ്യൽ ഏരിയ ഈ കാണുന്ന നല്ല ഹൈ റെസിഡൻഷ്യൽ ഏരിയയിലേക്കാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കുണ്ടവൻകടവ്, വലിയ വിള, അതുപോലെ തന്നെ വട്ടിയൂർക്കാവ്, കുരുവിക്കാട് ആ ഏരിയയിലൊക്കെ നല്ല കോർപ്പറേഷനകത്ത് നല്ലൊരു പ്രോപ്പർട്ടി നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടിയാണ്. 4.5 സെൻറ്റിലായിട്ട് 2000 സ്ക്വയർ ഫീറ്റ് 4 ബെഡ്റൂം ഇട്ടിട്ടുള്ള നല്ല ഒന്നാം തരം ചുടുകളിൽ പറഞ്ഞ പ്രോപ്പർട്ടിയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു. വാഹന സൗകര്യങ്ങൾക്ക് യാതൊരു തടസ്സവുമില്ല. അത് വീണ്ടും എടുത്ത് പറയും. നല്ല അത്യാവശ്യം എല്ലാ വാഹനങ്ങളും അനായാസനം വന്നു പോകാൻ പറ്റുന്ന നല്ലൊരു റെസിഡൻഷ്യൽ നല്ലൊരു പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വിലയെന്ന് പറയുന്നത് 89,90,000 രൂപയാണ്. നെഗോഷ്യബിൾ ആണ്. നെഗോഷ്യബിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് നെഗോസിയേഷൻ ഇല്ല. 1 ലക്ഷം രൂപ വരെ മാക്സിമം നെഗോസിയേഷനുള്ള ഒരു അത്യാവശ്യ സെയിൽ കൂടിയാണ് ഈ പ്രോപ്പർട്ടി. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റീൽസ് ബേസ്ഡ് വീഡിയോ കാണാൻ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടിയാണ് ശ്രമിക്കുക.